വരടൂർ ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ രുദ്രാക്ഷമരം കായ്ച്ചു. 2 പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പ് സഫലമായതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും. ശൈത്യമേഖലകളിലാണ് സാധാരണയായി രുദ്രാക്ഷം കായ്ക്കാറുള്ളത്. എന്നാൽ നന്നായി പരിപാലിച്ചാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിലും ഇവ കായ്ക്കും. അത്തരമൊരു ദൃശ്യമാണ് വരടൂര് ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ഉള്ളത്. 23 വർഷമായി ക്ഷേത്രത്തിൽ തണൽ വിരിച്ചു നിൽക്കുകയാണ് ഈ രുദ്രാക്ഷമരം. വർഷങ്ങൾക്കു ശേഷം ഇത്തവണ നിറയെ കായ്ച്ചു നിൽക്കുന്ന രുദ്രാക്ഷമരമാണ് ഭക്തരെ സ്വാഗതം ചെയ്യുന്നത്. താഴെ വീഴുന്ന കായ്കളുടെ തൊലി നീക്കം ചെയ്ത് കഴുകിയെടുത്താണ് ഇവ ഉപയോഗിക്കുന്നത്. രുദ്രാക്ഷങ്ങൾക്ക് വിവിധ മുഖങ്ങളുണ്ട്. ഓരോ മുഖവും മാറുന്നതിനനുസരിച്ച് ഇവയുടെ മൂല്യവും കൂടും. 22 വർഷം കഴിഞ്ഞു ഇത് ഇവിടെ നട്ട് പരിപാലിച്ചിട്ട്. ഇത് ഒരു CRPF ഉള്ള മുയ്യത്തുള്ള വയലപ്ര ബാലകൃഷ്ണാട്ടൻ അരുണാചൽ പ്രദേശിലെ ഇറ്റാൻ നഗർന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. അത് ഒരു ഘട്ടത്തിൽ ഞങ്ങളിത് മുറിച്ച് കളയാൻ വരെ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ കായ്ക്കാത്ത കൊണ്ടും ഇത് ഒറിജിനലാണോ എന്നുള്ളൊരു സംശയം കൊണ്ട് മുറിച്ച് കളയാൻ തന്നെ ഒരു 2 ആഴ്ച മുന്നേ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ കായ നിലത്തുനിന്ന് കിട്ടിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കായ്ച്ച് കിടക്കുകയാണ് നമ്മുടെ രുദ്രാക്ഷമരം. പണ്ട് ത്രിലോകങ്ങളെയും വിറപ്പിച്ച് സംഹാര താണ്ഡവമാടിയ ത്രിപുരാസുരന്മാരെ വധിച്ചു കളയുന്നതിന് 1000 വത്സരക്കാലം പരമശിവൻ കണ്ണിമ ചിമ്മാതെ കാത്തുനിന്നു. ത്രിപുരവധത്തിനു ശേഷം കണ്ണിമ ചിമ്മിയ പരമശിവന്റെ നേത്രത്തിൽ നിന്നും തെറിച്ചു വീണ കണ്ണുനീർ തുള്ളികൾ രുദ്രാക്ഷവൃക്ഷങ്ങളായി എന്ന് പുരാണം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.